ഈ സ്പിതി പോയപ്പോൾ അവിടുന്ന് ഭംഗിച്ച പുഴകള് കാഴ്ചകൾ അങ്ങനെ ഒരു വേറെ തന്നെ ഒരു ഇതൊക്കെ ഈ സമയത്താണ് ഈ ഫുൾ ഇങ്ങനെ ഇതിനും ഒരു ഭംഗിയുണ്ട്. പക്ഷേങ്കിൽ വേറെ ഭംഗി എന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞ് ഇതിൻ്റെ ഒക്കെ മേലെ ഇലകൾ വരും. അല്ലെ പ്രീ വെഡിങ്ങോ പോസ്റ്റ് വെഡിങ്ങോ ഒക്കെ നിങ്ങളൊക്കെ ഫണ്ട് ഉണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ചെയ്യുകയാണെങ്കിലേ ലെവലാവും കേട്ടോ, കിട്ടിക്കനാവും. വേണ്ട പറഞ്ഞെങ്കിൽ അവർ പറഞ്ഞു ഇല്ല ഒന്നും പറ്റില്ല, നിങ്ങൾ എന്തായാലും വരണം. അങ്ങനെ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആരു വാലിലേക്കാണ് കേട്ടോ. കയറി മേലോട്ട് പോകും തോറും നല്ല കോട ഇറങ്ങി തുടങ്ങി കേട്ടോ. കഷ്ടിച്ച് ഒരു വണ്ടിക്ക് പോകാൻ പറ്റുള്ളൂ. നല്ല രസമുണ്ട്. അങ്ങനെ വളഞ്ഞും തിരിഞ്ഞും പൊളഞ്ഞും അങ്ങനെ വണ്ടി നമ്മുടെ ടാക്സി വന്നത് അവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരെ കിട്ടി അവരെ കൂടിയാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നല്ല മഴ കേട്ടോ. അപ്പോൾ ഹലോ ഗൈസ്, കാശ്മീരിലേക്കുള്ള സോളോ ട്രിപ്പിൻ്റെ 32ാമത്തെ എപ്പിസോഡാണ് കേട്ടത്. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ബേട്ട വാലിലെ കുതിര സഫാരിയും കാര്യങ്ങളൊക്കെ ചെയ്ത് ആ കംപ്ലീറ്റ് ഏരിയ കുതിരയുടെ പുറത്ത് ഫുള്ള് ചുറ്റിക്കണ്ട് അങ്ങനെ നമ്മൾ അവസാനം കുതിരയിൽ നിന്ന് ഇറങ്ങി നമ്മളിങ്ങനെ നടക്കുക കേട്ടോ. കുതിരപ്പുറത്തുള്ള സവാരി കഴിഞ്ഞ് നമ്മളിങ്ങനെ നടക്കുക കേട്ടോ. നല്ല മഴക്കാറുണ്ട്, കിടിലം മഴക്കാറ്. മഴ പെയ്ത പെട്ടു എന്ന് വെച്ചാൽ പെട്ടു. പക്ഷെ പോയി തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ടും ഒരു 5 കിലോമീറ്റർ അപ്പുറത്ത് നമ്മൾ റൂമുള്ളതുകൊണ്ട് നമുക്ക് എത്ര വൈകിയാലും കുഴപ്പമില്ല. പക്ഷെ വിഷയം വെച്ചാൽ തണുപ്പാണ്, നല്ല തണുപ്പുണ്ട്. ഈ കാശ്മീർ വല്ല ഞെട്ടി സംഭവം. കാശ്മീർ ശരിക്കും അത് ഞാൻ ഓരോ സ്ഥലത്തും ഓരോരോ ഭംഗിയുണ്ട്. ജയ്പൂർ പോയപ്പോൾ ജയ്പൂരിൻ്റെ ഭംഗി എന്ന് വെച്ചാൽ ഒരു എന്താ പറയണ്ടേ, ഒരു വരണ്ട ഭംഗിയാണ് ജയ്പൂരിന്, ഒരു വരണ്ട ഭംഗി. ഈ സ്പിതി പോയപ്പോൾ അവിടുന്ന് ഭംഗിച്ച പുഴകള് കാഴ്ചകൾ അങ്ങനെ ഒരു വേറെ തന്നെ ഒരു പ്രകൃതി രമണി അത് പ്രകൃതി രമണീയ. പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ തണുപ്പും മലകളും, ഈ മലകൾക്ക് ചുറ്റുമുള്ള മഞ്ഞ് മൂടിക്കിടക്കുമ്പോഴുള്ള ഒരു രസമല്ലേ, ഇത് എത്ര വർണ്ണിച്ചാലും മതിയാവില്ല കേട്ടോ. ശരിക്കും കിടിലനത്, അത് അനുഭവിച്ച് തന്നെ കാണണം. ഇത് രസാ കണ്ടാ. കുറേ ടീംസൊക്കെ ഉണ്ട്, അവർ പെട്ടിയും കിടക്കിലെടുത്ത് പോയി തുടങ്ങി. ഓക്കെ, എന്തായാലും മൂഡേഷ് ആയിട്ടുണ്ട്. ഈ ഒരു സ്ഥലം പൊടി കേട്ടാ, നല്ല മൂഡ്. ഇത് രസാ കിട്ടിയില്ലേ. ശരിക്കും ഫുള്ള് ഞാൻ വിചാരിക്കണേ ഇതൊക്കെ ഈ സമയത്താണ് ഈ ഫുള്ള് ഇങ്ങനെ ഇതിനും ഒരു ഭംഗിയുണ്ട്. പക്ഷേങ്കിൽ വേറെ ഭംഗി എന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞ് ഇതിൻ്റെ ഒക്കെ മേലെ ഇലകൾ വരും. ഇലകൾ വന്നിട്ടും ചെയ്യാൻ വിചാരിച്ച ഒന്ന് ശരിക്കും നല്ല ഫോട്ടോഷൂട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ഇങ്ങനെ പ്രീ വെഡിങ് ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ കുറച്ച് കയ്യിൽ ഫണ്ട് ഉണ്ടെങ്കിൽ, അല്ലെ പ്രീ വെഡിങ്ങോ പോസ്റ്റ് വെഡിങ്ങോ ഒക്കെ നിങ്ങളെ കയ്യിൽ ഫണ്ട് ഉണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ചെയ്യുകയാണെങ്കിലേ ലെവലാവും കേട്ടോ, കിട്ടിക്കനാവും. അത്രയ്ക്ക് ഭംഗിയുണ്ടാകും കാണാൻ, ഒന്നും പറയില്ല. വിചാരിച്ചതിനേക്കാളൊക്കെ വളരെ മനോഹരമാണ് കാശ്മീർ. അങ്ങനെ ഇവിടുത്തെ കാര്യങ്ങളും ഒക്കെ ചുറ്റിക്കണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ അവസാനം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു 100% പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതിൽ 90% മാത്രമേ പ്രോപ്പറായിട്ട് നടക്കുള്ളൂ, ബാക്കി 10% നമുക്ക് എന്തായാലും നടക്കില്ലെന്ന്. അങ്ങനെ നല്ല രീതിക്ക് മഴ പെയ്തപ്പോൾ എൻ്റെ ഗോപ്രോയും ഫോണും ഒക്കെ ബാഗിലെടുത്തിട്ട ശേഷം ഞാൻ ചായ കുടിക്കാനായിട്ട് അവിടെ അടുത്തുള്ള ഒരു ടീ സ്റ്റാളിലേക്ക് പോയി കേട്ടോ. അപ്പോൾ ഫോണും ക്യാമറയൊന്നും കയ്യില്ലല്ലോ, അതുകൊണ്ട് വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തില്ല. അങ്ങനെ മഴ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒതുങ്ങിയ ശേഷം നമുക്ക് തിരിച്ച് നടന്നിട്ട് നമ്മുടെ റൂമിലേക്ക് പോകാനായിരുന്നു പ്ലാന്. അങ്ങനെ ഇരിക്കെ അവിടെ നിന്ന് ചെന്നൈയിൽ വർക്ക് ചെയ്യുന്ന ഒരു മലയാളി കപ്പിൾസിന് കിട്ടിയിട്ടോ. അങ്ങനെ ഇരിക്കെ അവരോട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ, ഞാൻ സോളോ ട്രാവലറാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര കൗതുകമായി. അപ്പോൾ എന്നോട് ചോദിച്ചു നിങ്ങൾ അടുത്ത പ്ലാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് നടന്നിട്ട് തിരിച്ച് റൂമിൽ പോയിട്ട് വിശ്രമിക്കണം, നാളെ രാവിലെ ബൈസറം വാലിലേക്ക് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ ടാക്സിയിലാണ് വന്നത്, ഞങ്ങളെ കൂടെ വരികയാണെങ്കിൽ നമുക്ക് ചന്ദൻ വാരിയും ആരു വാരിയും കൂടെ കണ്ട ശേഷം ഞങ്ങൾ നിങ്ങളെ റൂമിൽ ഡ്രോപ്പ് ചെയ്തതെന്ന് പറഞ്ഞു. ഞാൻ കുറേ പറഞ്ഞു വേണ്ട പറഞ്ഞെങ്കിൽ അവർ പറഞ്ഞു ഇല്ല ഒന്നും പറ്റില്ല, നിങ്ങൾ എന്തായാലും വരണമെന്ന്. അങ്ങനെ ഞാൻ അവരോട് പോയി കേട്ടോ.
അങ്ങനെ വണ്ടി കയറി ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്ത് ചന്തം വയറിലേക്ക് പോകാനായിരുന്നു കേട്ടോ. അങ്ങനെ അങ്ങോട്ടേക്ക് വണ്ടി എടുത്തപ്പോൾ അവിടെ നിന്ന് ഒരു ടാക്സിക്കാരൻ പറഞ്ഞ് അങ്ങോട്ട് റോഡ് ഫുൾ ബ്ലോക്കാണ്, കൂടാതെ സന്ധ്യ ഒരു 6:30 അടുത്തായിരുന്നു. അങ്ങനെ ഇരിക്കെ ടാക്സിക്കാരൻ പറഞ്ഞ് അങ്ങനെയാണ് നമുക്ക് ആലുവയിലേക്ക് പോവാം, അങ്ങോട്ടുള്ള റൂട്ട് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ വണ്ടി നേരെ ആലുവയിലേക്ക് വിട്ടു കേട്ടോ. അങ്ങനെ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആലുവാലിലേക്കാണ് കേട്ടോ. ഈ ആലുവാലി, ബേട്ട വാലി, ചന്ദൻ വാലി, ഈ 3 വാലികളെ ABC വാലികൾ എന്നാണ് കേട്ടോ അറിയുന്നത്. യാത്രയുടെ തുടക്കമൊന്നും വലിയ മഞ്ഞും കാര്യങ്ങളൊന്നും കണ്ടില്ലെങ്കിലും നമ്മൾ കയറി മേലോട്ട് പോകും തോറും നല്ല കോട ഇറങ്ങി തുടങ്ങി കേട്ടോ. കൂടാതെ നമ്മൾ താഴെയൊന്നും റോഡ് സൈഡിൽ വലിയ മഞ്ഞും കാര്യങ്ങളൊന്നും കണ്ടില്ലെങ്കിലും മേലോട്ട് പോകും തോറും റോഡിൻ്റെ 2 സൈഡിലും ചെറുതായിട്ട് മഞ്ഞ് കണ്ടു തുടങ്ങി. നമ്മൾ ബേട്ട വയലിലേക്ക് വരുന്ന വഴിയിൽ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ റോഡ്. പക്ഷെങ്കിൽ ഇപ്പോൾ നമ്മൾ ആലുവയിലേക്ക് പോകുമ്പോൾ ഇടുങ്ങിയ ടൈപ്പ് റോഡാണ്. കൂടാതെ ഒരു സൈഡിൽ കുത്തനുള്ള മലനിരകളാണെങ്കിൽ മറ്റേ സൈഡിൽ കുത്തനുള്ള ഇറക്കാണ് കേട്ടോ. കഷ്ടിച്ച് ഒരു വണ്ടിക്ക് പോകാൻ പറ്റുള്ളൂ. മറ്റൊരു വണ്ടി ഓപ്പോസിറ്റ് വരികയാണെങ്കിൽ നമ്മളെ കടത്തിവിടാൻ ചെറുതായിട്ടൊന്ന് ബുദ്ധിമുട്ടും കേട്ടോ. എന്നിരുന്നാൽ പോലും റോഡും കാര്യങ്ങളൊക്കെ നല്ല കണ്ടീഷനായിരുന്നു. വലിയ പൊട്ടും പൊളിവും അങ്ങനത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. നമ്മൾ മേലോട്ടുള്ള വഴികളിൽ കംപ്ലീറ്റ് വളവും തിരിവും അങ്ങനെയൊക്കെയാണ് കേട്ടോ. നല്ല രസമുണ്ട് അങ്ങനെ വളഞ്ഞും തിരിഞ്ഞും പൊളഞ്ഞും അങ്ങനെ വണ്ടി വരെ. കൂടാതെ അങ്ങ് ദൂരെ ആ ഒരു വാലിയിൽ ഫുള്ള് മഞ്ഞും കൂടാതെ പൈൻമരങ്ങളുടെ ആ നിപ്പും പിന്നെ വലത്ത് സൈഡിലുള്ള ആ മരങ്ങളും കാര്യങ്ങളും ഒക്കെ കൂടി ആ ഒരു വഴിക്കില്ലേ വേറെ തന്നെ ഒരു ഭംഗിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ആലുവയോട് തൊട്ട അടുത്തെത്തിയപ്പോഴേക്ക് അവിടെ റോഡ് സൈഡിൽ കുറേ ബിരുദന്മാർ ക്രിക്കറ്റ് ഇങ്ങനെ കളിക്കുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ടാക്സി വന്നത് അവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവർ പറഞ്ഞ് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോ, ഞങ്ങൾക്ക് കളി തടസ്സപ്പെടുത്തല്ലേ രീതിയിൽ അവർ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഉള്ള വളവും തിരിവും അങ്ങനെ ഒക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ ആലുവയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ABC വാലിയിൽ 3 ആലുവാലി, ബേട്ട വാലി, ചന്ദൻ വാലി. ഇപ്പോൾ ചന്ദൻ വാലി പോകാൻ നോക്കുന്ന നേരത്താണ് അവിടെ ക്ലോസ്ഡാണ്. ക്ലോസ്ഡ് എന്നല്ല, അവിടെ ഇപ്പോൾ എന്താ പറയുക ഇതിൽ ബരഫ് എന്ന് വെച്ചാൽ മഞ്ഞിനാണ്, മഞ്ഞിൻ ഹിന്ദിയാണ് ബരഫ്. ബരഫ് വളരെ കൂടുതലായതുകൊണ്ട് റോഡ് ക്ലോസ് ആകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് അങ്ങോട്ടില്ല. അങ്ങനെ അവരെ കിട്ടി അവരെ കൂടിയാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നല്ല മഴ കേട്ടോ. അപ്പോൾ ശരിക്കും അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഏകദേശം അത് പെൽഗാമിൽ ഇങ്ങോട്ടേക്ക് 15 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. ഓ പൊളി. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ആലുവയിലിനെ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണുന്നതായിരിക്കും. ടാറ്റാ.